ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കർണാടക സ്റ്റൈൽ മട്ടൻ ബിരിയാണിയാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് കണ്ടോക്കാം ബാ. ഇതിക്ക് വേണ്ടത് 1 കിലോ മട്ടന്, 1 കിലോ അരി, 7 ഉള്ളി, 5 തക്കാളി, മല്ലിച്ചപ്പ്, പുതിന, പിന്നെ പച്ചമുളക് ഇങ്ങനത്തെ നീണ്ട ടൈപ്പാട്ടോ വേണ്ടിയത്. ഇവിടെ ഇങ്ങനെ കിട്ടുമല്ലോ ഈ ഉണ്ട ടൈപ്പ്, ഇതല്ല വേണ്ടിയത്. ഇങ്ങനത്തെ നീണ്ട മുളകാണ് വേണ്ടത്. ഇത് എരിവ് കുറവൈക്കാരം, പക്ഷെ ടേസ്റ്റ് ഉണ്ടാവും. എരിവ് കുറവൈക്കാരം, മറ്റേതാണെങ്കിൽ നല്ല എരിവ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ നീണ്ട മുളക് എടുക്കാൻ നോക്കാം. ഇനി ഇതിക്ക് വേണ്ട പൊടികൾ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി, ഉപ്പ്, ഇത്ര മാത്രം കേട്ടോ. ആദ്യം നമുക്ക് മട്ടന് കുക്കറിലിട്ട് വേവിക്കണം. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളകും പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ബിരിയാണീൻ്റെ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. ബിരിയാണി പോട്ട് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇടാം. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഇടാം. 1/4 കപ്പ് വെളിച്ചെണ്ണ. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ പട്ട, ഏലക്ക, ഗ്രാമ്പു ഇത് 3 കൂടി ചേർക്കണം. ഇത് നല്ലൊന്ന് ചൂടായതിൻ്റെ ശേഷം നമ്മൾ പറഞ്ഞ മാതിരി 7 ഉള്ളി സ്ലൈസാക്കി മുറിച്ചത് ഇതിൽക്കിടാം. ഈ ഉള്ളിക്ക് വേണ്ട ഉപ്പിടാം. നമുക്ക് ഉപ്പ് നമ്മൾ പല പ്രാവശ്യമായിട്ട് ഇടലുണ്ട്, അപ്പോൾ നോക്കിയിട്ട് ഇടാം. ആദ്യം നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഉപ്പ് ഈ ഉള്ളിക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു മസാലയാണ്. ആ മസാല നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോൾ അതിക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇതാട്ടോ, മല്ലിച്ചപ്പിൻ്റെ ഇതുണ്ടല്ലോ തണ്ട്, അത് ചെറുതായിട്ട് മുറിച്ചത് അതിടാം. പിന്നെ കുറച്ച് പുതിനൻ്റെ തണ്ടും ഒരു 4 പുതിനൻ്റെ ഇലയും, 4 ഒരു 5-6 പുതിനൻ്റെ ഇലയും അതും ഇടാം. പുതിനൻ്റെ ഇലയെ തണ്ട് വേണം കേട്ടോ. ആ തണ്ടും പുതിനൻ്റെ ഇലയും ഇടാം. ഇതിലേക്ക് അര ഉള്ളി ഇങ്ങനെ ചെറുതാക്കി മുറിച്ചിട്ട് അതും ഇടണം. പിന്നെ വേണ്ടത് ഞാൻ പറഞ്ഞ മാതിരി ഈ പച്ചമുളക് നമുക്കൊരു 7-8 എടുക്കാം കേട്ടോ. ഇത് എരിവ് ഉണ്ടാവില്ല, പക്ഷേ നല്ല മസാല അധികമായിട്ട് വരും അരച്ചെടുക്കുമ്പോൾ. മറ്റേ മുളകാവുമ്പോൾ നമുക്ക് 7-8 ഇട്ട് അരച്ചാൽ നല്ല എരിവ് കൂടിപ്പോവും. അപ്പോൾ ആ മുളക് എടുക്കരുത്, ഇങ്ങനത്തെ നീണ്ട മുളക് എടുക്കാം. ഇത് എരിവ് കുറവൈക്കാരം, പക്ഷെ മസാല നല്ല ഉണ്ടാവും അരച്ച് കഴിഞ്ഞാൽ. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 5-6 കാഷ്യൂസാണ്, അണ്ടിപ്പരിപ്പ്, പിന്നെ 2 ടീസ്പൂൺ വലിയ ജീരകം നല്ലത്. നല്ലോണം ഒന്ന് പേസ്റ്റാക്കി അരക്കട്ടോ. നല്ല അരയണം. അതേമാതിരി നല്ല പേസ്റ്റാക്കിയിട്ട് അരക്കുക. നമ്മുടെ മട്ടന് വിഷലൊക്കെ വന്നിട്ട് നല്ല വെന്തിട്ടുണ്ട്. 2 വിഷലാക്കി, നല്ല കറക്റ്റ് വേവാണ് കേട്ടോ. ജയാനോ, എൻ്റെ പേര് പറ. എൻ്റെ പേര് പറ. ഇതൊരു ജയാൻ, ഇതൊരു ജയാൻ. ഇനി നമുക്ക് ഉള്ളി എന്തായിക്കണം നോക്കാം. ഉള്ളി നമുക്ക് നല്ലോണം വാടണം കേട്ടോ. നല്ല വഴണ്ട് വരണം. നല്ലോണം എന്ന് പറഞ്ഞാൽ നല്ല ആവണം. ഇത് കുറച്ച് ഈ ബിരിയാണിയിൽ കുറച്ചൊരു സമയം എടുക്കാൻ തന്നെ ഈ ഒരു പാർട്ടാണ്. ഈ ഉള്ളി ഒന്ന് വഴണ്ട് വരാൻ കുറേ സമയം എടുക്കും. ഇത് നമ്മൾ നല്ലോണം സമയം എടുത്തിട്ട് തന്നെ ചെയ്യണം.
നമ്മൾ വേഗം ചെയ്യണം എന്നിട്ട് ഫാസ്റ്റായിട്ട് ഉള്ളി ഈ ഒരു പരുവത്തിൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നിർത്തരുത്. നല്ലോണം ആവണം. ഒന്നും കൂടി ആവാണ്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യാം. ഉള്ളി ആവുന്ന സമയം കൊണ്ട് ഞാൻ പുറത്ത് വന്നപ്പോൾ കുട്ടികളൊക്കെ കളിക്കുകയാണ്. എന്താ 2 ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ട്. വലിയത്തെ ആൾക്കാർ തന്നെയാണ്, അവർ വന്നിട്ടുണ്ട്. ഇതാട്ടോ ഉള്ളി നല്ല ഇതേമാതിരി ആവണം, നല്ല വഴണ്ട് വരണം. ഇനി ഉള്ളി ഇങ്ങനെ നല്ല വഴണ്ട ശേഷം ഇതിലേക്ക് നമ്മൾ 3 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇടണം. അത് നല്ലോണം ഒന്ന് വഴണ്ട ശേഷം അതിലേക്ക് പിന്നെ നമ്മൾ അരച്ച് വെച്ചില്ലേ മസാല, അതിടണം. അത് ഫുള്ളായിട്ടിട്ടിട്ട് ഇതൊരു 5 മിനിറ്റ് നേരം നല്ല എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യണം. നല്ലോണം ആവണം കേട്ടോ. ഒരു 5 മിനിറ്റിലേറെ നമ്മൾ ഇത് നല്ല ഫ്രൈ ചെയ്യണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകണം. നല്ല പോയിട്ട് ഇതേമാതിരി ഒരു ഗ്രീൻ കളറായിട്ട് കേട്ടോ നമ്മുടെ മസാല ഉണ്ടാവൽ അങ്ങനെ വരണം. ഇനി ഇതിലേക്ക് നമ്മൾ 5 തക്കാളി കട്ട് ചെയ്തത് ഇടണം. എന്നിട്ട് ഈ തക്കാളി നല്ലോണം ഒന്ന് സ്മാഷായി വരണം. നല്ലോണം ഒന്ന് ആവട്ടെ, അടച്ചു വെക്കാം കേട്ടോ. അടച്ചു വെച്ചിട്ട് നല്ല വേവിക്കണം. ഇതപ്പോൾ തക്കാളി നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം, 1.5 ടീസ്പൂണ് ഗരം മസാല പൊടി. ഇത് രണ്ടും മതി കേട്ടോ. ഇതിൽ വേറെ മല്ലിപ്പൊടിയൊന്നും ചേർക്കരുത്. ഇത്ര മാത്രം ഇട്ടിട്ട് നമ്മൾ നല്ലോണം വഴറ്റാം. മല്ലിപ്പൊടി എന്തിനാണ് ഇടരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ മല്ലിൻ്റെ ആ തണ്ടൊക്കെ ചേർത്തിട്ട് നല്ല അരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മല്ലിച്ചപ്പും പുതിനയും അങ്ങനെ കട്ട് ചെയ്തത് ഇടും. നമ്മൾ ഇതാ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അപ്പോൾ വേവിച്ച് വെച്ച മട്ടൻ ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ വെള്ളം ഒഴിവാക്കരുത്. ഈ വെള്ളത്തോടുക്കനെ അങ്ങനെ മസാലയ്ക്ക് ഈ മിക്സ് ഫുള്ള് ഇട്ട് കൊടുക്കാം. ഇനി മസാലയ്ക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അത്ര ഉപ്പ് ഇപ്പോൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ഇളക്കിയിട്ട് ഈ വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം നല്ല വറ്റി വരണം കേട്ടോ. ആ വെള്ളം നമ്മൾ വേസ്റ്റാക്കി കളയരുത്. നല്ലോണം വറ്റി വരണം. നല്ലോണം ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് നല്ലൊന്ന് വേവിക്കുക. എന്നിട്ട് പിന്നെ തുറന്ന് വെച്ചിട്ട് നല്ലോണം ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഇടേണ്ടത് നമ്മളപ്പോൾ കാണിച്ചില്ലേ 4 നാരങ്ങ, അതിൽ 3 നാരങ്ങ മുറിച്ചിട്ട് 3 നാരങ്ങ മതിയായി. ആ നീരും ഇതിൽക്കിടുക. 3 നാരങ്ങൻ്റെ നീര്, ചെറിയ നാരങ്ങാണ് കേട്ടോ, വലിയ നാരങ്ങല്ല, ചെറിയ നാരങ്ങൻ്റെ 3 നാരങ്ങൻ്റെ നീരിടുക. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് തൈര്. വലിയ പുളിയൊന്നും ഇല്ലാത്ത തൈരാണ്, അതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ ഇട്ടത്. അല്ലെങ്കിൽ നല്ല പുളിയില്ല തൈരാണെങ്കിൽ നമ്മൾ ആദ്യം നാരങ്ങ ഇട്ടിക്കണമല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് തൈരിട്ടാൽ മതി. ഞാൻ ഇപ്പോൾ ഇതിൽ 3 ടേബിൾ സ്പൂണാണ് തൈര് ഇട്ടിക്കണത്. പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം വിട്ടുപോയിട്ടോ, കുരുമുളക് പൊടി പറയാൻ വിട്ടിരുന്നു. അപ്പോൾ കുരുമുളക് പൊടി ഈ സമയത്ത് ഇട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. കുരുമുളക് പൊടി 2 ടീസ്പൂണ് ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കാം. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ നല്ലോണം ഈ വെള്ളമൊക്കെ വറ്റി ഗ്രേവി മാതിരി ആയ സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് ഈ മട്ടനൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ. ഈ മട്ടനൊക്കെ എല്ലാ മട്ടനും എടുത്തിട്ട് വേറൊരു പാത്രത്തിൽ ആക്കി വെക്കണം. ഇത് ഞാൻ എന്തിനാന്ന് പിന്നെ പറയാം. ഫുള്ള് എല്ലാ മട്ടനും എടുത്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം.
ഇപ്പോൾ ഇതാ മട്ടനൊക്കെ മാറ്റി ഗ്രേവി മാത്രം ഉണ്ട് ഇതിലേക്ക് നമ്മൾ എത്രയാണോ അരി എടുത്തിട്ടുള്ളത് അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റിയിൽ വെള്ളം എടുക്കുക. ഞാൻ 4 കപ്പ് അരി, 1 കിലോ അരിയാണ്, 4 കപ്പാണ്. എൻ്റെ കപ്പ് കണക്കിൽ 4 കപ്പാണ്. അപ്പോൾ ഇതിൽ 8 കപ്പ് വെള്ളം ഇതിലിടാം കേട്ടോ. 8 കപ്പ് വെള്ളം, 4 കപ്പ് അരിക്ക് 8 കപ്പ് വെള്ളം. ഇനി നമുക്ക് വീണ്ടും ഉപ്പിടണം. ഈ വെള്ളത്തിന് എത്രയാണോ ഉപ്പ് ആവശ്യം അത്ര ഉപ്പ് നമ്മൾ നോക്കിയിട്ടിടാം. ഉപ്പിൻ്റെ കണക്ക് ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഇതാ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്നും കൂടി ചെക്ക് ചെയ്യുക, ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ടോ എന്നിട്ട് നോക്കിയിട്ട് നമ്മളെ ബിരിയാണിക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് ആ ഉപ്പ് ഇപ്പോൾ ഈ വെള്ളത്തിലുണ്ടാവണം. അങ്ങനെ അത് മൈൻഡിൽ വെച്ചിട്ട് എത്രയാണോ ഉപ്പ് നമുക്ക് അത്ര ഇടാം. എന്നിട്ട് നല്ല തിളച്ച വെള്ളത്തേക്ക് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ച അരി ഇതിക്കിടാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ വെള്ളം ഫുള്ളായിട്ട് വറ്റിയിട്ട് ഈ ഒരു ടൈപ്പിലുണ്ടാവും. ഈ സമയത്ത് നമുക്ക് മേലെ ഫുള്ള് മട്ടൺ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് അടച്ച് വെച്ചിട്ട് ഇനി നമുക്ക് ഒരു 20 മിനിറ്റ് ദമ്മുക്ക് വെക്കണം കേട്ടോ. അപ്പോൾ ഇതങ്ങനെ കേട്ടോ ദമ്മുക്ക് വെക്കുക. നമ്മളടുത്തുള്ള പഴയ ഒരു ചട്ടി നല്ല ചൂടാക്കിയിട്ട് അത് നമുക്ക് സിമ്മാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഈ ബിരിയാണി പോട്ട് കയറ്റി വെക്കണം. എന്നിട്ട് ഫുള്ള് സിമ്മിൽ, ചൂടായ ചട്ടിയാണ്, ഫുള്ള് സിമ്മിൽ ബിരിയാണി പോട്ട് വെച്ചിട്ട് 20 മിനിറ്റ്, കറക്റ്റ് 20 മിനിറ്റ് മിസ്സാവരുത്. അലറാം വെച്ചോളി. ഞാൻ അലറാം വെച്ചിട്ടാണ് 20 മിനിറ്റ് കറക്റ്റ് നോക്കൽ. ദമ്മുക്കൊക്കെ വെച്ച ശേഷം നമുക്ക് ഈ ബിരിയാണിക്ക് പറ്റിയ ഒരു ചെറിയൊരു സാലഡ് റെഡിയാക്കാം. നമ്മളവിടെ കച്ചമ്പർ എന്നാണ് പറയൽ കേട്ടോ. ഇതിന് ഉള്ളി, കക്കിരി, പച്ചമുളക്, മല്ലിച്ചപ്പ്, തൈര്, അതിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ ഈ പോമോഗ്രാനൈറ്റ് അതും ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്യാം. അപ്പോൾ അതാ നമ്മളെ ബിരിയാണി കറക്റ്റ് 20 മിനിറ്റിന് ശേഷം തുറന്നു നോക്കുകയാണ്. കറക്റ്റ് ദമ്മായിട്ടുണ്ട്. കറക്റ്റ് 20 മിനിറ്റ് തന്നെ വെക്കണം കേട്ടോ. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഇതിൻ്റെ ഒരു കണക്ക് അങ്ങനെയാണ്. നല്ല മിക്സ് ചെയ്യുക. കറക്റ്റായിട്ടുണ്ട്. അങ്ങനെ അരി ഒട്ടിപ്പിടിച്ചിട്ടോ അങ്ങനെ പൊട്ടിയിട്ടൊന്നുമില്ല, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അടിയിൽ നിന്ന് നല്ല ഇളക്കിയിട്ട് നല്ല മിക്സ് ചെയ്യുക. അപ്പോൾ ഇതാട്ടോ നമ്മളെ കർണാടക സ്റ്റൈൽ ബിരിയാണി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായതെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി ഇവിടെയൊക്കെ ക്ലീനാക്കി. അപ്പോൾ ഇതാന്ന് സൺഡേ ആയതുകൊണ്ട് വൈകിട്ട് വീട്ടിൽ പോവാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് ഇപ്പാക്കുട്ടും ചോറ് കൊണ്ടു കൊടുക്കുകയാണ്. കുറച്ച് ഇപ്പിയും ഇലച്ചിയും തറവാട്ടിലാണുള്ളത്. അപ്പോൾ അവർക്ക് ഫുഡ് കൊണ്ടു കൊടുക്കുകയാണ്. നല്ല മഴയാണ് കേട്ടോ ഇവിടെ. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ്. അങ്ങനെ ഇതാ നമ്മളെ വീടെത്തി. ഇതാട്ടോ ഇക്കാൻ്റെ വീട്. ഞങ്ങൾ ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത്, പിന്നെയാണ് വില്ലേക്ക് മാറിയത്. അപ്പോൾ ഇതാ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇതാ വീട്ടിലേക്ക് എത്തി. ഹമീദ് അവിടെ ഫുള്ള് കളിയിലാണ്. അവനക്ക് ഞങ്ങളൊക്കെ വന്നപ്പോൾ ഭയങ്കര സന്തോഷമാണ്, കളിക്കാൻ ആൾ കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ഇവിടെ കുറച്ച് നേരം നിന്നു. ഫുഡൊക്കെ കൊടുത്ത് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. ഇപ്പം അതാ പള്ളിക്ക് പോവാണ്. അങ്ങനെ കുട്ടികൾ കുറച്ച് നേരം കളിച്ച് പിന്നെ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയി. നാളെ സ്കൂളുണ്ടേ. അപ്പോൾ ഇതാട്ടോ ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.